ഇന്ന് നമുക്കേ ഒരു കുഞ്ഞ് കഷ്ണം മത്തങ്ങ ഇരിപ്പുണ്ടേ, അതായത് കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഒഴിച്ചുകറി കിഡിലൻ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കിയാലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ഈ ഒരു കറിയും കൂടെ ഒരു കുഞ്ഞു കഷ്ണം മീൻ വറുത്തതോ മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയും മുമ്പ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞ പോലെ ഒരു കുട്ടി കഷ്ണം മത്തങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിലായിട്ടാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമുക്കത് കറിയിൽ ഇത്തിരി കാണാനും ഉണ്ടാവും. എന്തായാലും ഒരു ചട്ടിയിലേക്കാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടിയിലേക്ക് മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുരിങ്ങക്കോലാണ്. ഒരു മുരിങ്ങക്കോല് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ നടുകനെ കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൂടെ വേണ്ടത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തേക്കാന്ന് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ അരപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് വേണേലും ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്തായാലും പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മിച്ചമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇളക്കിയിട്ട് നമുക്കൊന്ന് വേവാനായിട്ട് വെക്കാം. ഈ മത്തങ്ങയും മുരിങ്ങക്കോലും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്കൊരു കുട്ടി അരപ്പം കൊണ്ട് തയ്യാറാക്കിയേക്കാം. നമ്മളിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഓളം തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല, സാധാരണ പറയും പോലെ തന്നെ. പിന്നെ 2-3 കുഞ്ഞ് അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, ധാരാളമാണ്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളകാണ്. പച്ചമുളക് എരിവിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർത്ത് കൊടുക്കാം, കാന്താരി ഉണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ ഈ പച്ചമുളക് ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം മത്തങ്ങ കഷ്ണങ്ങൾ വേവാൻ വെക്കുന്ന കൂട്ടത്തിൽ വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടുതൽ ഒഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. വേവാനായിട്ട് വെച്ചിരിക്കുന്ന മത്തങ്ങ മുരിങ്ങക്കോല് കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് നോക്കി. ഇത് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉടയ്ക്കണമെന്ന് നിർബന്ധമില്ല. കുട്ടികളൊക്കെ കഴിക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളൊന്നും പെറുക്കി മാറ്റി വെക്കത്തില്ല കേട്ടോ. അപ്പം മുരിങ്ങക്കോല് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചിട്ട് വല്ലാണ്ടങ്ങ് ഉടച്ച് കളയരുത്, വിണ്ടു പോകും. നല്ല രീതിയിൽ വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മത്തങ്ങ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കിയാണെന്ന്. ശരിയാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ പോലെ മത്തങ്ങ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി, ഒരു വേറിട്ട റെസിപ്പി തന്നെയാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പിൻ ചെയ്തേക്കാം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടെ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒരുപാട് അങ്ങ് ലൂസായി പോകേണ്ട, ബാക്കി കുറച്ച് ചേരുവകളും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്കൊന്ന് പച്ചമുളക് മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുത്താലും മതി. വെട്ടിത്തിളപ്പിക്കരുത്, തേങ്ങയുടെ എല്ലാം കൂടെ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും പിന്നെ കമൻറ്റും തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കറി ഒന്ന് ചൂടായി ഏകദേശം നമ്മൾ വന്നപ്പോൾ ഒന്ന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 1/2 ലിറ്ററോളം തന്നെ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട തൈര് നമ്മളതിലേക്ക് തൈരിന് ആവശ്യത്തിനുള്ള മാത്രമുള്ള ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടാണ് ഉടച്ചു കൊടുക്കേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ലൂസായി പോവും, കറിയൊക്കെ വല്ലാണ്ടങ്ങ് വെള്ളം പോലെ കിടക്കും. അപ്പോൾ ഇങ്ങനെ ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തൈരായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കറി ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ കറി ഓഫ് ചെയ്തപ്പോൾ ആ തിളയൊക്കെ അങ്ങോട്ട് നിന്നിട്ടുണ്ട്. എന്നാലും ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ കറി ചെറിയ ആ ഒരു തിളയൊക്കെ നിന്നതിന് ശേഷമാണ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മോരും കൂടെ കുറച്ചങ്ങോട്ട്, മോരല്ല എന്നാൽ തൈരും എല്ലാം ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനത് എടുത്തത് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട്, ചട്ടിയിൽ കൊള്ളുന്നില്ല, അതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന
സമയത്ത് തൈര് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് തിളയൊക്കെ നിന്നതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്തത്. ഇനിയും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇപ്പോഴാണ് സ്റ്റൗ ഒന്നുകൂടെ ഓൺ ചെയ്ത് അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കൂടാതെ ഇതുപോലുള്ള ഒരുപാട് കുട്ടി റെസിപ്പീസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം സ്കൂൾ തുറന്നൊക്കെ കാരണം ഒരുപാട് കറികളൊക്കെ നമുക്ക് രാവിലെ തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അതുപോലുള്ള ഒരുപാട് നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കറി ഏകദേശം ഒന്ന് ചൂടായിയൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റൗ ഇപ്പോൾ ഓഫ് ചെയ്ത് നമ്മളൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് കുട്ടിയായിട്ടൊന്ന് കടുക് പൊട്ടിച്ചെടുത്താലോ. അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മതി. കാരണം തേങ്ങ അരപ്പ് ചേർക്കുന്നവർ ചിലരൊന്നും കടുക് പൊട്ടിക്കാറില്ല. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ഒരു നുള്ള ഉലുവയും കൂടെ ചേർത്തോളൂ. എന്നിട്ട് നമ്മളതും കൂടെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങോട്ട് കൊടുക്കാം. ഇനി ഉലുവ പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉലുവാപ്പൊടി ഒരു നുള്ളു ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കറിയുടെ ആ ചെറിയതായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ചോറിൻ്റെ കൂടെ വേറൊന്നും വേണ്ട. ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് ഇഷ്ടമാകും കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് മത്തങ്ങയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും കാണും വരെ ടാറ്റാ.